ഇവർ ചെയ്യുന്ന ഇടയിൽ തന്നെ അവരുടെ ദേവത വിലക്ക് വെച്ചു മതി നിർത്തിക്കോ. എട്ടാമത്തെ ദിവസം വരുമല്ലോ കാട്ടിൽ ദൈവത്തിനെയും കൊണ്ട്. എന്നിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഒരു റൂമിൽ ആക്കും. അവരുടെ ജീവിതം നാട്ടിലല്ല, ഇത് കാട്ടിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു കർമ്മമാണ്. കോഴി വെട്ടും ഞങ്ങൾ, തേങ്ങ വെട്ടും. തേങ്ങ പോരാ ഞങ്ങൾക്ക്. ഓരോ ആളുടെ ശരീരത്തിലേക്കും ഒരു ദേവതയുടെ ഒരു ആവാഹനം പോലെ അല്ല ഒരു എനർജി പ്രവേശിക്കുന്നതും അവരുടെ ആ ചേഷ്ടകളും കണ്ടില്ലേ. ദൈവത്തിന് കൊണ്ടുപോകും കളിക്കും, അവിടുന്ന് പുഴയെന്ന് നോക്കി കയറ്റി കൊണ്ടിട്ടും കളിക്കും. ഞങ്ങളെ അമ്മയും അച്ഛനപ്പന്മാരൊക്കെ നിന്നിനന്ന് കാണിച്ചു തന്നത് ഞങ്ങളും കണ്ടു പഠിച്ച് ഞങ്ങളും ചെയ്ത് ഞങ്ങളും. ഇത് 3 ദിവസമായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതിലെ ഒരു ദിവസത്തിലെ 1 മണിക്കൂറത്തെ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈന്തുംപട്ട കൊണ്ട് പച്ചമുളക് കൊണ്ട് പന്തലിടും. എന്നിട്ട് ഈന്തുംപട്ട കൊണ്ട് പിന്നെ മേയും എന്നിട്ട് നടുക്കൂടെ മുളക് കൊണ്ട് തന്നെ വേണമെന്നില്ലേ. എന്നിട്ട് അതെന്ത് ചെയ്യുന്നറിയാം, അവിടെ ഞങ്ങളെ ദൈവത്തിനെ പിന്നെ കൊണ്ട് പോണെന്ന് അവിടെ കൊണ്ട് നിർത്തും. പിറ്റേന്ന് അന്ന് രാത്രി എല്ലാം പിന്നെ ചെണ്ടയും കോയിലൊക്കെ കൂട്ടി ഞങ്ങൾ കളിക്കും. ആണുങ്ങളും പെണ്ണുകളൊക്കെ കളിക്കും. കളിച്ച് കഴിഞ്ഞിട്ട് നേരം കൊണ്ട് ദൈവത്തെ ഞങ്ങൾ മുക്കാൻ കൊണ്ടുപോകും. കടവിൽ മുക്കാൻ കൊണ്ടു പുഴയിൽ മുക്കിക്കൊണ്ട് കയറ്റിയിട്ട് അരി പൊടിക്കും. അരി പൊടിച്ചിട്ട് ഇഞ്ചുണ്ടായി കാട്ടിൽ ഈങ്ങ ഉണ്ടാവും എന്ന് പറയണത്. അതെടുത്തിട്ട് ഞങ്ങൾ തളിക്കും. ഇങ്ങനെ പനനീര് തളിക്കുമ്പോൾ തളിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ദൈവത്തിന് മുക്കി അരി ഒക്കെ കുടി തൊട്ട് അവിടുന്ന് കുടയൊക്കെ ചൂടി പിന്നെ കോമരക്കാരും കള്ളടിമാരും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ പിന്നെ കളിയും അവിടുന്ന് തന്നെ ഇവിടുന്ന് ദൈവത്തിന് കൊണ്ടുപോകുമ്പോഴും കളിക്കും. അവിടുന്ന് പുഴയെന്ന് മുക്കി കയറ്റി കൊണ്ടിട്ടും കളിക്കും. പിന്നെ പന്തലിൻ്റെ ഉള്ളിലാക്കി പിന്നെ പുറത്തേക്ക് ഇറക്കൂല. അത് പന്തലിൻ്റെ ഉള്ളിൽ തന്നെ 7 ദിവസം വരെ ഞങ്ങൾ കളിക്കും. കുട്ടികളും മക്കളും കാട്ടിൽ തന്നെ നിൽക്കും. എന്നിട്ട് അതിനുള്ള ഭക്ഷണമൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കും. അതിൽ പിന്നെ ഞങ്ങൾ പോരുന്നന്ന് എല്ലാ ചടങ്ങുകളും കഴിച്ച് ദൈവത്തിനൊക്കെ മരയ്ക്ക് കയറ്റി വിടും. ഇങ്ങനെ കോമരക്കാരുണ്ടാവും പട്ടൊക്കെ കെട്ടിയിട്ട്. എന്നിട്ട് കോമരക്കാരും ഒക്കെ ദൈവത്തിന് മലയ്ക്ക് കയറ്റിയിട്ട് ഞങ്ങൾ അന്നൊരു ദിവസം അവിടെ രാത്രി തങ്ങും. 8ാമത്തെ ദിവസം വരുമല്ലോ കാട്ടിൽ ദൈവത്തിനെയും കൊണ്ട്. എന്നിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഒരു റൂമിൽ ആക്കും. അന്നൊക്കെ പിന്നെ ഈ ഓടപ്പേര് ഇല കൊണ്ട് മേഞ്ഞതും ഇതൊക്കെയല്ലേ. ഇപ്പോഴൊക്കെ വാർപ്പിൻ്റെ വീടാണ് പിന്നെ ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഒരു റൂമിൽ അവിടെ അച്ഛനെ പിന്നെ നമ്മൾ എടുക്കും. എങ്ങനെയാണെന്നറിയാം, ഒരു പിറ്റത്തെ കൊല്ലം വരുമ്പോഴേ അതിൻ്റെ ചടങ്ങ് നടത്തുള്ളൂ. അപ്പോൾ ഇതിൽ പകുതി ഭാഗം ഞങ്ങളെ ആദിവാസി പകുതി ഭാഗം മാത്രം കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഞങ്ങൾ കണ്ടിട്ടില്ല. മുഴുവൻ കാണിക്കാൻ കഴിയില്ല നമുക്കിവിടെ. നമുക്ക് കാട്ടിലുള്ള ഇവിടെ ചെയ്യാൻ പറ്റില്ല. കോഴി വെട്ടും ഞങ്ങൾ, തേങ്ങ വെട്ടും. തേങ്ങ പോരാ ഞങ്ങൾക്ക്. പിന്നെ അരി വേണം ദൈവത്തിന് നിർത്താൻ. നെല്ല് കുത്തണം, മണ്ണുരലുണ്ടാക്കിയിട്ട് നമ്മൾ കുത്തി ഉണ്ടാക്കിയിട്ട് വേണം ദൈവത്തിന് അരി നിർത്തുന്നത്. അതൊക്കെ ചെയ്യാനുള്ളതാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങളെ അമ്മയും അച്ഛനപ്പന്മാരൊക്കെ നിന്നിനന്ന് കാണിച്ചു തന്നത് ഞങ്ങളും കണ്ടു പഠിച്ച് ഞങ്ങളും ചെയ്യുക. ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങളെ കുട്ടികളും ഇനി അങ്ങനെയൊക്കെ ചെയ്യുക. ചെയ്യണ കുട്ടികളും ഉണ്ടാകും. ഇത് ആചാരം നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും ദിവസങ്ങൾ വരും. അപ്പോൾ ഇത് ചെയ്തു നോക്കും, സത്യമാണോ അതല്ല എന്നറിയില്ലല്ലോ. അപ്പം പിന്നെ അമ്മയും പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരി, ഞങ്ങളെത്രയും മനസ്സിലായിട്ടുണ്ടാവുമോ അല്ലേന്നും അറിയില്ല. എന്നാൽ ഞാൻ പിന്നെ നിർത്തി. ഇത്രയും ഭാഗം പറഞ്ഞു തന്നില്ലേ.
പെട്ടെന്ന് നിർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇല്ല. അവരൊക്കെ കുറച്ച് കാര്യങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് കൊണ്ടുവരാതെന്ന് വെച്ചാൽ അനുമതി ഇല്ലാത്തതുകൊണ്ടാണ്. ഇവർ കാട്ടിൽ മാത്രം ജീവിക്കുന്നവരാ. അപ്പോൾ തിരിച്ചു പോകേണ്ടതും കാട്ടിലേക്കാണ്. അവരുടെ ജീവിതം നാട്ടിലല്ല. ഇത് കാട്ടിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു കർമ്മമാണ്. കാട് വിട്ടിട്ട് പുറത്തെ ഒരു ജീവിതം ഇരിക്കില്ല. അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള ഒരു കാര്യങ്ങളും കാട്ടിന് പുറത്തേക്ക് കൊണ്ടുവരില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് നാട് കാണിക്കാൻ ദേവതയെ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ഞങ്ങൾ വന്ന് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ വിളിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഉപചാരങ്ങളൊന്നും എടുക്കരുത് എന്നുള്ള നിബന്ധന വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ആദ്യപടിയായിട്ടുള്ള ഉപചാരങ്ങളിൽ ഒരു പങ്ക് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇത് 3 ദിവസമായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതിലെ ഒരു ദിവസത്തിലെ 1 മണിക്കൂറത്തെ ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ എന്താണ് പറയുക, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഓരോ ആളുടെ ശരീരത്തിലേക്കും ഒരു ദേവതയുടെ ഒരു ആവാഹനം പോലെ അല്ല ഒരു എനർജി പ്രവേശിക്കുന്നതും അവരുടെ ആ ചേഷ്ടകളും കണ്ടില്ലേ. ഇതിനെ നിയന്ത്രിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടില്ല. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഒരാളെ നിയന്ത്രിക്കാൻ പറ്റണില്ല. ഒരു സാധാരണ ഒരു സ്ത്രീയെ നമുക്ക് കയ്യിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നതിനേക്കാൾ ശക്തമാണ് ഈ സമയത്തുള്ള ഊർജത്തിൻ്റെ പ്രവാഹം. അപ്പോൾ അതിനെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഇത്രയും എനർജിയെ കൊണ്ട് നടക്കുന്ന ഇവർ അത് പൂർണ്ണ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ അത് ഇവരെ എങ്ങനെ ഇവരുടെ ദേവതയ്ക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാൻ പറ്റും? അത് കാണിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ തിരിച്ചിവർ കാട്ടിലേക്ക് പോകേണ്ടത്. കാട് എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും ജീവിതവും എല്ലാം കാടിനുള്ളിലാണ്. അവർക്ക് ആദ്യമേ ഉള്ള ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ കാട് വിട്ട് പുറത്ത് പോയിട്ട് ഇതൊന്നും കൊടുക്കില്ലെന്നാണ്. പ്രകൃതിക്കുള്ളിലുള്ള അകത്ത് കണ്ടത് പുറത്ത് പറയില്ല എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ അകത്തുള്ളത് അകത്തും പുറത്തുള്ളത് പുറത്തുമാണ്. കാട്ടിനകത്തുള്ളത് ഒന്നും പുറത്ത് കൊണ്ടുവരില്ല, പാടില്ല. അത് നിയമമാണ്, കാടിൻ്റെ നിയമമാണ്. അത് ലംഘിച്ച് പുറത്ത് പോയവൻ ഒരിക്കലും അകത്ത് കയറില്ല, അകത്തേക്ക് പോകാനുണ്ടാവുകയില്ല. അതാണ് ഒരു കാടിൻ്റെ ഒരു വിശ്വാസം. അത് നിയമമായിട്ട് കൊണ്ടു നടക്കുന്നു. അത് സത്യമായിട്ട് വന്നിട്ടും കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഉത്തരവൊന്നുമില്ല, പക്ഷെ അതൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഇടയിൽ തന്നെ അവരുടെ ദേവത വിലക്ക് വെച്ചു മതി നിർത്തിക്കോ, അവരതനുസരിച്ച് അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരുടെ ദേവത എന്ത് പറയുന്നോ അതിനനുസരിച്ചേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിയല്ല അമ്മ? അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമസ്തേ. ഈ ക്രിയയുടെ മേൽനോട്ടം എന്നതിൽ ഇങ്ങനെയുള്ളവരെ വിളിക്കേണ്ട 2 കാരണങ്ങളാണ്. നമുക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ് പിന്നെ വിളിച്ചതെന്ന്. ചില വിഷയങ്ങൾ നമുക്ക് സമൂഹത്തിന് മുമ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് അറിയുകയും വേണം. എത്ര വരെ എന്നുള്ളത് അവരുടെയാണ് നിബന്ധന. അതനുസരിച്ചിട്ട് ഞാൻ വിളിക്കുകയും അവർ വരാമെന്ന് പറയുകയും ചെയ്തു. അവരുടെ ദേവനെ കൊണ്ടുവന്ന ഐശ്വര്യപൂർണ്ണമായൊരു സാധനം ദേശത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവരോട് വന്നു. അത് പൂർണ്ണ കലയായിട്ട് അവർ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് പിടിച്ചു വയ്ക്കാനുള്ളത് പിടിച്ചു വയ്ക്കുകയും നമ്മൾ ചോദിച്ച കാര്യം അവർ ചെയ്തു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേശത്തിന് വേണ്ടി നമ്മൾ ചെയ്ത പൂജ ഏതായാലും വളരെ കൃത്യമാണ്. ഇനി അവർ പറയുന്നത് അടുത്ത വർഷം ഇല്ലെങ്കിൽ അടുത്ത വട്ടം വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ദേശത്തിലോ ഇല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്നിട്ടോ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചിന്തിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആൾ കൂടുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് വിളിക്കുക, അവരിങ്ങോട്ട് വന്ന് ചെയ്യുക, എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടതാണ്. ചില നിയമങ്ങൾ ഇങ്ങനെയാണ്.